ബോബി സഞ്ജയ് രചനയും അരുൺ വർമ്മ സംവിധാനവും നിർവഹിച്ചിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ബേബി ഗേൾ കാണുമ്പോൾ അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഈ സിനിമയുടെ നിർമ്മാതാവായ ഡിസ്റ്റിൻ സ്റ്റീഫന്റെ ആദ്യത്തെ നിർമ്മാണ സംരംഭമായിട്ടുള്ള ട്രാഫിക്കിന്റെ മറ്റൊരു വേർഷൻ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് കഥാപാത്രങ്ങൾ, ഇന്റർവെല്ല് വരുന്നൊരു രീതി, ക്യാരക്ടർ ആർക്കുകൾ, പിന്നെ അവസാനത്തേക്കൊക്കെ വരുമ്പോഴേക്കും വരുന്ന മനുഷ്യത്വം എല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ വേണമെങ്കിൽ ട്രാഫിക്കിന്റെ ഒരു സ്പിരിച്വൽ സീക്വൽ എന്നൊക്കെ പറയാവുന്ന പടമാണ് ബേബി ഗേൾ. 12 മണിക്കൂറിലോ 24 മണിക്കൂറിലോ നടക്കുന്ന ഒരു ത്രില്ലർ കൂടി ബോബി സഞ്ജയ് എഴുതുകയാണെങ്കിൽ ഈ 3 പടങ്ങളെയും ചേർത്തിട്ട് അവരുടെ എമർജൻസി ട്രിലജി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. കഥയുടെ തുടക്കഭാഗത്തുള്ള പല കാര്യങ്ങളും എക്സൈറ്റിംഗ് ആണ്. ഇത് ഏത് രീതിക്ക് മുന്നോട്ട് പോകുമെന്നറിയാൻ നമുക്കൊരു കൗതുകം അവിടെ ഉണ്ടാകും. പക്ഷെ കഥ മുന്നോട്ട് പോകുന്തോറും പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും എഴുത്തൊക്കെ വളരെ കൺട്രൈവ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തു. ആകെ മൊത്തത്തിൽ ട്രീറ്റ്മെന്റ് മോശമായിട്ടുള്ള ഒരു ആശയമാണ് ബേബി ഗേൾ. തിരുവനന്തപുരത്തെ ഗുഡ് ഷെപ്പേർഡ് ഹോസ്പിറ്റലിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാവുകയാണ്. അവിടെ ജനിച്ച ഒരു പെൺകുഞ്ഞ് മിസ്സിംഗ് ആവുകയാണ്. സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് അങ്ങോട്ട് ഉടനെ എത്തി അന്വേഷണം ആരംഭിച്ചു. അറ്റൻഡർ സനലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൃത്യം നിർവഹിച്ച ആളെ കണ്ടെത്താൻ സാധിച്ചെങ്കിലും അന്വേഷണം ഒരു ഘട്ടത്തിൽ വഴിമുട്ടുന്നതോടെ കാര്യങ്ങൾ സനലിന് എതിരാകുന്നു. കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ സനലും പോലീസും പാരലലായിട്ട് നടത്തുന്ന ശ്രമങ്ങളാണ് ഈ പടത്തിൽ നമ്മൾ കാണുന്നത്. വലിയ വളച്ചുകെട്ടലുകളൊന്നുമില്ലാതെ ഒന്നാമത്തെ സീനിൽ തന്നെ പടം കഥയിലേക്ക് ഇന്നാവുകയാണ്. കഥാപശ്ചാത്തലത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തുടക്കത്തിലെ കുറച്ച് ഭാഗങ്ങൾ ബോബി സഞ്ജയ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഊഹിക്കാൻ എളുപ്പമാകുന്ന രീതിയിൽ കഥ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ സിനിമയുടെ ഒരു പ്രധാന പ്രശ്നം. അന്വേഷണത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട ബ്രേക്ക് ത്രൂ സീനിന്റെ ഒരു മേക്കിംഗ് കണ്ടാൽ തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഊഹിക്കാൻ പറ്റും. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് തൊട്ടു പുറകെ സംഭവിക്കുന്ന ഇന്റർവൽ ബ്ലോക്ക് കാണുമ്പോൾ കുറച്ചൊക്കെ അതിൻ്റെ ഒരു എസൻസ് ട്രാഫിക്കിനെ നമ്മളെ ഓർമ്മിപ്പിക്കും. ഈ പ്രെഡിക്റ്റബിൾ ആവുക എന്ന പ്രശ്നം ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടാം പകുതിയിലാണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതുപോലെ ഇന്നത്തെ ഓഡിയൻസ് ഒരുപാട് തരത്തിലുള്ള ത്രില്ലറുകൾ കാണുന്ന ആളുകളാണ്. അവരൊരു ത്രില്ലർ കാണുമ്പോൾ കേസ് സോൾവ് ചെയ്യാൻ അവരും ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ആംഗിളിൽ പ്രേക്ഷകനെ പൂർണ്ണമായിട്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് ഒരുക്കിയതുപോലത്തെ തിരക്കഥയാണ് ഈ സിനിമയ്ക്കുള്ളത്. തീർത്തും അപ്രതീക്ഷിതമെന്ന രീതിയിൽ ചില കഥാപാത്രങ്ങളുടെ സ്വഭാവം മാറുന്നത് കാണിക്കുന്നത് സിനിമ കാണുന്ന പ്രേക്ഷകൻ ഒരു പോസിബിലിറ്റി ആയിട്ട് കാണാൻ സാധ്യതയുള്ളവയാണ്. റിയലിസ്റ്റിക് ആയിട്ടൊരു സീക്വൻസ് പ്രസന്റ് ചെയ്യുക, അല്ലെങ്കിൽ ആക്ടറിൽ നിന്ന് ബെസ്റ്റ് പെർഫോമൻസ് കിട്ടാൻ വേണ്ട മാറ്റങ്ങൾ സീനിൽ കൊണ്ടുവരിക എന്ന് പറയുന്നതൊക്കെ സംവിധാനത്തിന്റെ ഒരു ഭാഗമാണ്. ആ ഒരു രീതിക്ക് നോക്കുമ്പോൾ തിരക്കഥയിലുള്ള നാടകീയതയും ക്ലീഷകളും മനസ്സിലാക്കാൻ സംവിധായകൻ അരുൺ വർമ്മയ്ക്ക് സാധിച്ചില്ല എന്ന് തോന്നുന്നു. ഈ സിനിമയിൽ ഒരു ഘട്ടത്തിൽ നിവിൻ പോളി ഭാര്യയോട് എന്തിനാണ് അയാൾ ഈ കേസ് തെളിയിക്കാൻ നടക്കുന്നത് എന്നതിന്റെ കാരണം പറയുന്നുണ്ട്. ഈ സനൽ എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ ആർക്ക് നോക്കുകയാണെങ്കിൽ ട്രാഫിക്കിൽ ശ്രീനിവാസൻ ചെയ്ത സുദേവൻ എന്ന കഥാപാത്രവുമായിട്ട് സാമ്യമുണ്ട്. നിവിൻ പോളി പറയുന്ന ഡയലോഗിന്റെ അതിനാടകീയമായിട്ടുള്ള സിൻടാക്സ് കാരണം ആ ഡയലോഗ് ഒട്ടും വർക്കാകുന്നില്ല. രണ്ടാം പകുതിയിലൊക്കെയുള്ള പല എലമെന്റുകളും കാണുമ്പോൾ തന്നെ നമുക്ക് ഇതൊരു സ്ത്രീ ശാക്തീകരണ ട്രാക്കിലേക്കുള്ള പോക്കാണ് എന്ന് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. കുറെ നേരം നീണ്ടു പോകുന്ന ഒരു ചേസ് സീക്വൻസ് പടത്തിൽ വരുന്നുണ്ട്. ഓർഗാനിക് ആയിട്ട് സംഭവിക്കുന്ന മൊമെന്റുകൾ വെച്ച് ത്രില്ലർ ഉണ്ടാക്കുന്നതിന് പകരം സ്റ്റേറ്റ്മെന്റുകൾ പറയാൻ വേണ്ടി ത്രില്ലിംഗ് മൊമെന്റുകളെ സ്ക്രിപ്റ്റിലേക്ക് ഫിറ്റ് ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് പടം കാണുമ്പോൾ കിട്ടിയത്. നമ്മുടെ ഇവിടുത്തെ ഫിലിം മേക്കിങ്ങിലെ കാസ്റ്റിംഗ് ചോയ്സുകൾ കാണുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സിനോട് അടുത്ത് ചില ട്വിസ്റ്റുകൾ കാണിക്കുമ്പോൾ വലിയ ഞെട്ടലൊന്നും തോന്നില്ല. നിവിൻ പോളിക്ക് ഒരുപാട് സ്ക്രീൻ ടൈം സിനിമയിലില്ല. ആ കഥാപാത്രം കഥയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സീനുകളെല്ലാം ആദ്യം മുതൽ അവസാനം വരെ ചിതറിക്കിടക്കുന്നതുകൊണ്ട് പുള്ളി മൊത്തത്തിലുള്ള ഒരു ഫീല് നമുക്ക് കിട്ടും. ഡ്രമാറ്റിക് ആയിട്ടുള്ള ചില ഡയലോഗുകൾ നിവിൻ പറയുമ്പോൾ വളരെ സ്റ്റിഫായിട്ട് തോന്നുന്നുണ്ട്. ഏൽപ്പിച്ച കഥാപാത്രം ഗോ ത്രൂ ചെയ്യുന്ന ആങ്സൈറ്റി വളരെ മികച്ച രീതിയിൽ സ്ക്രീനിൽ അവതരിപ്പിക്കാൻ ലിജോ മോൾ ജോസിന് സാധിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് കോമഡി കഥാപാത്രങ്ങൾ ചെയ്യുന്ന സംഗീത് പ്രതാപ് വേറെ ഒരു സോണിലുള്ള ക്യാരക്ടറാണ് ഇത്തവണ ചെയ്യുന്നത്. തനിക്ക് അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും എന്ന് തെളിയിക്കാൻ സംഗീതിന് പറ്റുന്നുണ്ട്. അവസാനത്തെ ഫോൺ കോളിലെ വോയിസ് മോഡുലേഷനൊക്കെ മികച്ചതായിരുന്നു. അഭിമന്യു എസ് തിലകന് ഒരു പോലീസുകാരനാകാൻ വേണ്ട ശരീരഭാഷയും പിന്നെ ഗംഭീരമായ ഒരു ശബ്ദവും തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഡയലോഗ് ഡെലിവറിയിൽ വോയിസ് മോഡുലേഷൻ വരുമ്പോൾ പുള്ളി സ്വല്പം ബുദ്ധിമുട്ടുന്നുണ്ട്. അടുപ്പിച്ചൊരു 5 ലൈനുകൾ പറയുന്ന ഒരു സീക്വൻസ് ഈ സിനിമയിലുണ്ട്. ഓരോ ലൈനും ഒരേ മോഡുലേഷനിൽ പറയുന്നത് പോലെ തോന്നി. സിനിമയിലെ കഥാപാത്രങ്ങളുടെ ഇമോഷനുകളും അത് മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശവുമൊക്കെയാണ് നിങ്ങളുടെ സിനിമ കാണാൻ തീരുമാനിക്കാനുള്ള മാനദണ്ഡമെങ്കിൽ ബേബി ഗേൾ സതുദ്ദേശപരമായൊരു ത്രില്ലർ എന്ന് തോന്നിയേക്കാം. പക്ഷെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്ന ക്രാഫ്റ്റ് കാണാനാണ് നിങ്ങൾ ത്രില്ലർ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ പടം നിങ്ങളെ നിരാശപ്പെടുത്തും. മിസ് ഡയറക്ഷൻ എന്ന പരിപാടി ഈ സിനിമയുടെ തിരക്കഥയിൽ 2 സ്ഥലത്ത് അവർ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള സീനുകളൊന്നും തന്നെ പ്രതീക്ഷയ്ക്കൊത്തു വരാത്തതുകൊണ്ട് ഈ മൊമെന്റുകൾക്ക് വിചാരിച്ചൊരു സിനിമാറ്റിക് ഹൈ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്